പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരിക എന്താ പറയാ, ഒരു വലിയ ലിസ്റ്റ് ആയിരിക്കും അല്ലേ? ദൈവത്തോട് ചോദിക്കാനുള്ള കാര്യങ്ങളുടെ ലിസ്റ്റ്. അതെ അതെ, സാധാരണ അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യാറ്. എന്നാൽ അതൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് പുരാതന ചരിത്രവും സ്വർഗീയ അഭിവാദനവും ഒക്കെ നിറഞ്ഞ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുടെ ഉള്ളറകളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ ഈ ആഴത്തിലുള്ള അന്വേഷണം. ശരിക്കും ഇതൊരു വെറും അപേക്ഷ മാത്രമല്ല. അതായത് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ എന്തിനാണിതെപ്പോഴും ആവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രാർത്ഥന തുടങ്ങുന്നത് മനുഷ്യന്റെ വാക്കുകളിലൂടെ അല്ല. അപ്പൊ ദൈവത്തിന്റെ വാക്കുകളിലൂടെയാണോ? കൃത്യമായി പറഞ്ഞാൽ അതെ. ഗബ്രിയേൽ മാലാഖിയിലൂടെ ദൈവം തന്നെയാണ് മറിയത്തെ ആദ്യം അഭിവാദ്യം ചെയ്യുന്നത്. അതായത് അവളിൽ ദൈവം വസിക്കുന്നതിനാളാണ് അവൾ കൃപ നിറഞ്ഞവളാകുന്നത്. ഓഹോ, അത് കൊള്ളാമല്ലോ. പിന്നെ ഞാൻ ഈ പുസ്തകത്തിൽ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, മറിയത്തെ ഉടമ്പടിയുടെ പേടകം അഥവാ ആർക്ക് ഓഫ് ദ കവനന്റ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നതാണ്. അതൊരു വലിയ രൂപകമല്ലേ? തീർച്ചയായും വളരെ വലിയൊരു രൂപകമാണത്. കാരണം പഴയ നിയമത്തിൽ ഈ പേടകത്തിനുള്ളിൽ ദൈവവചനം എഴുതിയ കൽപ്പലകകളാണുണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ നോക്കൂ, മറിയം എന്ന ആ ഒരു ജീവിക്കുന്ന സങ്കേതത്തിനുള്ളിൽ മാംസം ധരിച്ച ദൈവവചനമായ യേശു ക്രിസ്തുവാണ് വസിക്കുന്നത്. അതെ, അതാണ് അതിലെ ഏറ്റവും വലിയ അത്ഭുതം. പഴയ നിയമത്തിൽ അബ്രഹാത്തിന്റെ വിശ്വാസം സകല ജനതകൾക്കും എങ്ങനെ അനുഗ്രഹമായോ, അതുപോലെ മറിയത്തിന്റെ വിശ്വാസവും അവളെ വിശ്വാസികളുടെ മാതാവാക്കിയെന്ന് ഈ ഗ്രന്ഥം വ്യക്തമാക്കുന്നുണ്ട്. വലിയ അനുഗ്രഹം യേശുവാണല്ലേ? അതെ, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കുകയും അതിനായി തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുകയും ചെയ്തതിലൂടെയാണ് ഈ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം പൂർണ്ണമാകുന്നത്. ശരി, ഈ സ്വർഗീയമായ അഭിവാദനത്തിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് എലിസബത്തിന്റെ വാക്കുകളിലേക്കും തുടർന്ന് നമ്മുടെ സ്വന്തം മരണത്തിലേക്കുമൊക്കെ കടക്കുന്നത് എന്തിനാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. അതായത്, ഞങ്ങളെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന് നമ്മൾ എന്തിനാ അവളോട് പ്രത്യേകം ആവശ്യപ്പെടുന്നത്? അതിനൊരു വലിയ കാരണമുണ്ട്. സ്വന്തം മകന്റെ അതിദാരുണമായ മരണം കുരിശിൻ ചുവട്ടിൽ നിന്ന് അവൾ നേരിട്ട് കണ്ടു എന്നതുകൊണ്ടാണത്. ഓ, ആ അനുഭവം ഉള്ളതുകൊണ്ടാണല്ലേ? അതെ, യേശുവിന്റെ ആ അവസാന നിമിഷങ്ങളിൽ അവൾ കൂടെ ഉണ്ടായിരുന്നതുപോലെ പാപികളായ നമ്മുടെ അവസാന നാളിലും ആ കാരുണ്യത്തിന്റെ മാതാവ് കൂടെ ഉണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ മരണത്തിന്റെ ആ ഭയാനകമായ നിമിഷത്തിൽ എല്ലാം കൈവിട്ടു പോകുന്ന അവസ്ഥയിൽ നമ്മെ യേശുവിലേക്ക് നയിക്കാൻ നമ്മൾ ആ സാന്നിധ്യം തേടുകയാണ്. കൃത്യം. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രാർത്ഥന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല രൂപത്തിലാണ് ഉള്ളത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നമ്മൾ സാധാരണ കാണുന്ന ജനകീയമായ കൊന്ത അഥവാ ജപമാല ഉപയോഗിക്കുമ്പോൾ, കിഴക്കൻ സഭകളിൽ അക്കാത്തിസ്തോസ് അതുപോലെ പാരക്ലീസിസ് എന്നീ ഗാനരൂപത്തിലുള്ള പ്രാർത്ഥനകളാണുള്ളത്. ശരിയാണ്. എന്തുകൊണ്ടാണ് ഒരേ സന്ദേശം ഇങ്ങനെ വ്യത്യസ്ത രീതികളിൽ വരുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, അതെന്തുകൊണ്ടാ? പണ്ട് കാലങ്ങളിൽ സന്യാസിമാർ ദിവസേന നടത്തിയിരുന്ന യാമപ്രാർത്ഥനകൾ, അതായത് ലിറ്റർജി ഓഫ് ദി അവേഴ്സ്, സാധാരണക്കാർക്ക് അപ്രാപ്യമായിരുന്നു. അവർക്ക് ജോലിക്ക് പോകേണ്ടതൊക്കെ ഉണ്ടല്ലോ. അതെ, അവർക്ക് ഈ സങ്കീർത്തനങ്ങൾ വായിക്കാനോ അതിനായി സമയം കണ്ടെത്താനോ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഈ ഒരു കുറവ് നികത്താനാണ് 150 സങ്കീർത്തനങ്ങൾക്ക് പകരമായി 150 തവണ നന്മ നിറഞ്ഞ മറിയമേ എന്ന് ചൊല്ലുന്ന കൊന്ത രൂപപ്പെട്ടത്. അത് വളരെ പ്രായോഗികമായ ഒരു മാറ്റമായിരുന്നല്ലേ? അപ്പോ കിഴക്കൻ ബൈസന്റൈൻ പാരമ്പര്യങ്ങളിലോ? അവിടെ അവർ നിന്നുകൊണ്ട് ആലപിക്കുന്ന അക്കാത്തിസ്തോസ് പോലെയുള്ള സ്തുതിഗീതങ്ങളിലൂടെ ഈ പ്രാർത്ഥനയെ കുറച്ചുകൂടി വൈകാരികമാക്കി മാറ്റി. ഭൂമിശാസ്ത്രപരമായി ഈ പ്രാർത്ഥനയുടെ രീതികൾ മാറുന്നുണ്ടെങ്കിലും ഇതിന്റെ അടിസ്ഥാന സന്ദേശം മറിയം എന്ന പൂർണ്ണയായ പ്രാർത്ഥകയെ അനുകരിക്കുക എന്നത് തന്നെയാണ്. സഭയുടെ മുഴുവൻ പ്രാർത്ഥനയും അവളുടെ പ്രാർത്ഥനയുമായി ചേർന്നു നിൽക്കുകയാണിതിലൂടെ. തീർച്ചയായും, ഏതു ഭാഷയിലായാലും ശരി, ഏതു രൂപത്തിലായാലും ദൈവഹിതത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുക എന്നതാണ് പ്രാർത്ഥനയുടെ കാതൽ. മാലാഖയുടെ ഒരു ലളിതമായ അഭിവാദനത്തിൽ തുടങ്ങി ലോകമെമ്പാടുമുള്ള മനുഷ്യർ തങ്ങളുടെ മരണസമയത്ത് ആശ്വാസം തേടുന്ന ഒരു വലിയ പാരമ്പര്യമായി ഇത് മാറി, അല്ലേ? അതെ, അതൊരു വലിയ അത്ഭുതമാണ്. അപ്പോ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിൽ നിന്ന് നിങ്ങളുടെ ചിന്തകളെ ഉണർത്തുന്ന ഒരു കാര്യം ഞാൻ പറയാം. നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ
മറിയമാണ് പ്രാർത്ഥനയുടെ ഉത്തമ മാതൃകയെങ്കിൽ പ്രാർത്ഥനയുടെ യഥാർത്ഥ അർത്ഥം നമ്മുടെ ആവശ്യങ്ങൾ നിരന്തരം ദൈവത്തോട് ചോദിച്ചു വാങ്ങുന്നതിലാണോ? അതൊരു നല്ല ചോദ്യമാണ്. അതോ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് ദൈവഹിതമാണെന്ന് പൂർണ്ണമായി അംഗീകരിക്കുന്നതിലാണോ? നിങ്ങളുടെ അടുത്ത പ്രാർത്ഥനയ്ക്ക് മുൻപ് ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ അന്വേഷണം ശ്രവിച്ചതിന് നന്ദി.